നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം നാളെ സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 എൽ ക്ലാസിക്കോ പോരാട്ടം ഈ വർഷത്തെ ആദ്യത്തെ എൽ ക്ലാസിക്കോ ആയതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ രണ്ട് ടീമിന്റെയും കോച്ചുമാരും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഹൻസി ഫ്ലിക്കിന്റെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്യുമോ? കഴിഞ്ഞ കളിയിൽ ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചില ഡിസ്കംഫർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ബാഴ്സ നിഷേധിക്കുകയായിരുന്നു. ഏതായാലും താരം ആ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങൾ ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്യുമോ? ഫ്ലിക്കിന്റെ മറുപടി യെസ്. സ്ക്വാഡിലുള്ള എല്ലാവരും ഇപ്പോൾ ഈ കളിക്ക് റെഡിയാണ്. അത് ബെഞ്ചിലാവട്ടെ അല്ലെങ്കിൽ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, എല്ലാവരും റെഡിയാണ്. എല്ലാ പ്ലേയേഴ്സും ഞങ്ങളോടൊപ്പം ഉണ്ട്. എസ്പെഷ്യലി ഗവി, റൈറ്റ് നൗ ആൻഡ്രിയസ് ക്രിസ്റ്റ്യൻസൻ, എല്ലാവരും ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്? ഫെർമിൻ സ്റ്റാർട്ട് ചെയ്യുമോ? വീണ്ടും ചോദ്യം. മറുപടി, ഹൻസി ഫ്ലിക്കിന്റെ മറുപടി നോക്കാം നമുക്ക്. തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഞങ്ങൾക്ക് ഒരു ലാസ്റ്റ് ട്രെയിനിങ് സെഷൻ ബാക്കിയുണ്ട്. അതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എല്ലാ പൊസിഷനുകളിലും ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ മികച്ച ഓപ്ഷൻസുമാണ്. വിജയിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ മധ്യനിരയിൽ ആരൊക്കെ വരും എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇപ്പോൾ മധ്യനിരയിലെ പെർഫോമൻസിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ നടത്തിയ കളിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇൻ ദി എൻഡ് ഞങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഫ്രങ്കിക്ക് വേണമെങ്കിൽ കളിക്കാം, എറിക്കിന് കളിക്കാം, കസാഡോക്കും കളിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനുശേഷമാണ് എന്താണ് സംഭവിക്കുക, ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നതിലൊരു വ്യക്തത വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ബാൾഡേയും കുണ്ടയും പറ്റി എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഫുൾ ബാക്സ് മോഡേൺ ഫുട്ബോളിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ രണ്ടുപേരും ഞങ്ങളുടെ ടീമിലുണ്ട് എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അവർ അത്ലറ്റിക് ക്ലബിനെതിരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. പക്ഷേ നാളത്തെ കളി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മത്സരമാണ്. ഞാൻ വിചാരിക്കുന്നത് ഹയസ്റ്റ് പോസിബിൾ ക്വാളിറ്റി, അങ്ങനെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള വിങ്ങർമാരെയാണ് നാളത്തെ കളിയിൽ നേരിടാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരവരുടെ ഏറ്റവും ബെസ്റ്റിൽ കളിക്കേണ്ടതുണ്ട് എന്ന് കൂടി ഹൻസി ഫ്ലിക്ക് പറഞ്ഞു. ഏതായാലും ഫ്ലിക്ക് ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പുറത്തുവിടാൻ തയ്യാറില്ല. ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.